ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും SR ക്രിയേഷൻസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കൂട്ടുകാരുടെ ബേസിക് സയൻസ് പാഠപുസ്തകത്തിലെ 2ാമത്തെ അധ്യായമാണ് പഠിക്കാനായിട്ട് പോകുന്നത്. ആസിഡുകളും ബേസുകളും. 1ാമത്തെ അധ്യായം നമ്മൾ പഠിച്ചു വിളയിക്കാം നൂറുമേനി അല്ലേ. 2ാമത്തെ അധ്യായത്തിൽ ആസിഡുകളെക്കുറിച്ചും ബേസുകളെക്കുറിച്ചുമാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. എന്താണ് ആസിഡ്, എന്താണ് ബേസുകൾ, എന്താണ് ഇതിനൊക്കെ ഉദാഹരണങ്ങൾ, ഇവ എങ്ങനെയാണ് തിരിച്ചറിയുന്നത്, നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ ഏതെങ്കിലും ആസിഡുകളുമായി ബന്ധപ്പെട്ട് ഇരിക്കുന്നുണ്ടോ, ഇക്കാര്യങ്ങളൊക്കെ നമുക്കിന്ന് ചർച്ച ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് പാഠഭാഗത്തേക്ക് കടക്കാം. അധ്യായം 2 ആസിഡുകളും ബേസുകളും. പാഠഭാഗത്തിന് മുന്നേ കൂട്ടുകാരാരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യുമ്പോൾ ഞങ്ങളിടുന്ന ക്ലാസ്സുകളുടെ വീഡിയോസും എക്സാം സ്പെഷ്യൽ വീഡിയോസും കൂട്ടുകാർക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അപ്പോൾ പാഠഭാഗത്തേക്ക് കടക്കാം. അധ്യായം 2 ആസിഡുകളും ബേസുകളും. ഇവിടെ കണ്ടു, ജിനുവിൻ്റെ ഒരു ഡയറി കുറിപ്പാണ് ആദ്യം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ സയൻസ് ടീച്ചർ മിക്ക ദിവസങ്ങളിലും അവരുടെ ക്ലാസ്സിൽ വരുന്നത് എന്തുകൊണ്ടാണ്, എന്തെങ്കിലും സാമഗ്രികൾ കൊണ്ടായിരിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും വസ്തുക്കൾ കൊണ്ടായിരിക്കും വരുന്നത്. അപ്പോൾ ഇന്ന് ടീച്ചർ വന്നിരിക്കുന്നത് 2 ഗ്ലാസ് ടംബ്ലറുകളുമായിട്ടാണ്. അത് ഒന്ന് ഒഴിഞ്ഞതായിരുന്നു, മറ്റൊന്ന് എന്താണ്, അതെ, പിങ്ക് നിറമുള്ള ഒരു ദ്രാവകം അതിനുള്ളിലുണ്ടായിരുന്നു. അപ്പോൾ ടീച്ചർ ജിനുവിനോട് പറഞ്ഞു, ഈ പിങ്ക് നിറമുള്ള ദ്രാവകം മറ്റേ ഒഴിഞ്ഞ ഗ്ലാസ്സിലേക്ക് പകരാനായിട്ട് പറഞ്ഞു. അങ്ങനെ ജിനു ചെയ്യുമ്പോൾ അവിടെ ഒരു മാജിക് രൂപപ്പെടുന്നു. എന്താ മാജിക്ക്? ഒഴിഞ്ഞ ഗ്ലാസ് ടംബ്ലറിൽ മഞ്ഞ നിറം കാണുന്നു. അപ്പോൾ എന്താണ് ഇവിടെ നടന്നത് നമുക്ക് നോക്കാം. അതിനു മുന്നേ നമുക്കൊരു ശാസ്ത്ര കിറ്റ് രൂപപ്പെടുത്തിയെടുത്താലോ? എന്താണ്? ശാസ്ത്ര പരീക്ഷണങ്ങൾ ചെയ്യാൻ ആവശ്യമായ സാമഗ്രികൾ ഉൾപ്പെടുന്ന ഒരു കിറ്റാണ് ശാസ്ത്ര കിറ്റ് എന്ന് പറയുന്നത്. അതിനുള്ളിൽ നമുക്ക് എന്തൊക്കെ വേണം? സുതാര്യമായ ഗ്ലാസ് ടംബ്ലറുകൾ വേണം, പതിമുഖമിട്ട് തിളപ്പിച്ച പിങ്ക് നിറമുള്ള വെള്ളം, വിനാഗിരി, പുളിവെള്ളം, നാരങ്ങാനീര്, ഉപ്പ്, ചാരം, ചുണ്ണാമ്പ്, അപ്പക്കാരം, മോര്, ഇവയെല്ലാം ഈ യൂണിറ്റിലെ പരീക്ഷണങ്ങൾ ചെയ്യാനായിട്ട് നമുക്ക് ആവശ്യമാണ്. അപ്പോൾ ഇത്രയും നമ്മൾ അടങ്ങിയ ഒരു ശാസ്ത്ര കിറ്റുമായിട്ടാണ് ക്ലാസ്സിലേക്ക് പോകേണ്ടത് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം, നമുക്കൊരു പരീക്ഷണം ചെയ്യാമോ? ശാസ്ത്ര കിറ്റിൽ നിന്ന് കൂട്ടുകാരെ ഗ്ലാസ് ടംബ്ലറുകൾ എടുത്തോളൂ. എന്നിട്ടവ ഡെസ്കിൽ നിരത്തി വെക്കണം. വിനാഗിരി, പുളിവെള്ളം, ഉപ്പുലായനി, ചാരം കലക്കിയ വെള്ളം, നാരങ്ങാനീര്, അപ്പക്കാരലായനി, ഇവ പ്രത്യേകം ഗ്ലാസ്സുകളിൽ 2-3 തുള്ളി വീതം ഒഴിക്കണം കേട്ടോ. ഓരോന്നിലേക്കും 1/2 ഗ്ലാസ് വീതം പതിമുഖ വെള്ളം ഒഴിക്കണം. ഏതെങ്കിലും ടംബ്ലറിലെ വെള്ളത്തിന് മഞ്ഞ നിറം ലഭിച്ചോ എന്ന് നോക്കിയേ. ഇവിടെ നോക്കിയേ, നാരങ്ങാനീര്, വിനാഗിരി, പുളിവെള്ളം തുടങ്ങിയവയ്ക്ക് മഞ്ഞ നിറം ലഭിക്കും, മറ്റുള്ളവയിൽ നിറമാറ്റം ഉണ്ടാകുന്നില്ല. അടുത്ത് നോക്കി, പതിമുഖ വെള്ളത്തിൻ്റെ നിറം മഞ്ഞയാക്കിയ പദാർത്ഥത്തിന് പൊതുവായി ഒരു സ്വഭാവമുണ്ട്. എന്താണ്? അവയെല്ലാം പുളി രുചിയാണ് ഉള്ളത്. ചില ആസിഡുകൾ അതിൽ അടങ്ങിയിരിക്കുന്നത് കൊണ്ടാണ് ഇവയ്ക്ക് പുളി രുചി ഉള്ളത്. അപ്പം നോക്കിയേ കൂട്ടുകാരെ, അടുത്ത് നമുക്കൊരു പരീക്ഷണം ചെയ്യാം. സോപ്പ് വെള്ളം, നാരങ്ങാനീര്, തെളിഞ്ഞ അപ്പക്കാര ലായനി, തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളം, വിനാഗിരി, മോര്, പുളിവെള്ളം, തെളിഞ്ഞ ചാരവെള്ളം, ഇത്രയും ഓരോ ഗ്ലാസ്സിലായിട്ട് ഓരോന്നും പകുതി വീതം എടുക്കുക കേട്ടോ. തുടർന്ന് സ്കൂൾ ലബോറട്ടറിയിൽ നിന്ന് നീല, ചുവപ്പ് ലിറ്റ്മസ് പേപ്പറുകൾ എടുക്കണം. ഇത് ദ്രാവകങ്ങളിൽ മുക്കി നോക്കണം. എന്നിട്ട് നിറം മാറ്റം എങ്ങനെയാണെന്ന് എഴുതണം കേട്ടോ. അതിനു മുന്നേ എന്താണ് ലിറ്റ്മസ് പേപ്പർ? നോക്കിയേ, മരങ്ങളിലും പാറകളിലും മറ്റും പറ്റിപ്പിടിച്ച് വളരുന്ന സസ്യവിഭാഗമായ ചിലയിനം ലൈക്കണുകളുടെ സത്തിൽ നിന്ന് നിർമ്മിക്കുന്ന ചായമാണ് ലിറ്റ്മസ് എന്ന് പറയുന്നത്. ഇത് നിറം മാറ്റം വഴി പദാർത്ഥങ്ങളുടെ സ്വഭാവം തിരിച്ചറിയാനായിട്ട് സഹായിക്കുന്നുണ്ട്. അപ്പോൾ ലൈക്കണുകളുടെ സത്ത് കടലാസിൽ പുരട്ടി ലിറ്റ്മസ് പേപ്പറും വെള്ളത്തിൽ ലയിപ്പിച്ച് ലിറ്റ്മസ് ലായനി നമുക്ക് ഉണ്ടാക്കാനായിട്ട് കഴിയും. നീല, ചുവപ്പ് നിറങ്ങളിലാണ് ലിറ്റ്മസ് പേപ്പറുകൾ കാണപ്പെടുന്നത്. സ്കൂൾ ലബോറട്ടറിയിൽ നമുക്ക് അവ കാണും. അപ്പോൾ ടീച്ചർ കൂട്ടുകാർക്ക് കാണിച്ചു തരും. ഇവിടെ ചിത്രത്തിൽ കാണുന്നത് പോലെയാണ് ലിറ്റ്മസ് പേപ്പറുകൾ ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ ലിറ്റ്മസ് പേപ്പർ ഓരോ ദ്രാവകത്തിലും മുക്കി നോക്കിയല്ലേ. അപ്പോൾ ഓരോന്നിൻ്റെ നിറമാറ്റം നോക്കിയേ. വിനാഗിരി, നീല ലിറ്റ്മസ് പേപ്പർ ചുവന്ന നിറവും, ചുവന്ന ലിറ്റ്മസ് പേപ്പറിലും ചുവപ്പ് നിറവും കാണുന്നു. നാരങ്ങാനീരിലും സെയിം ആണ്, ചുവപ്പ് നിറമാണ് കാണുന്നത്. തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളം, സോപ്പ് വെള്ളം, തെളിഞ്ഞ അപ്പക്കാര ലായനി, തെളിഞ്ഞ ചാരവെള്ളം തുടങ്ങിയവയിൽ നീല ലിറ്റ്മസ് പേപ്പർ നീല നിറത്തിലും ചുവപ്പ് ലിറ്റ്മസ് പേപ്പർ നീല നിറത്തിലും നിറം മാറുന്നു. അടുത്ത് മോര്, പുളിവെള്ളം തുടങ്ങിയവയിൽ നീല ലിറ്റ്മസ് പേപ്പർ ചുവന്ന നിറമായി മാറുന്നു,
ചുവപ്പ് ലിറ്റ്മസ് പേപ്പറിന് നിറമാറ്റം സംഭവിക്കുന്നില്ല. അപ്പോൾ ഇത് കൂട്ടുകാർ ഓർത്തു വെച്ചിരിക്കുക കേട്ടോ. ഏതെല്ലാം ദ്രാവകങ്ങളാണ് നീല ലിറ്റ്മസിനെ ചുവപ്പാക്കിയത്? നാരങ്ങ നീര്, വിനാഗിരി, മോര്, അതായത് പുളി രുചിയുള്ള ആസിഡ് ദ്രാവകങ്ങളെല്ലാം നീല ലിറ്റ്മസിനെ ചുവപ്പാക്കി മാറ്റി. ഇനി ഏതെല്ലാം ദ്രാവകങ്ങളാണ് ചുവപ്പ് ലിറ്റ്മസിനെ നീലയാക്കി മാറ്റിയത്? തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളം, സോപ്പ് വെള്ളം, തെളിഞ്ഞ അപ്പക്കാര ലായനി, തെളിഞ്ഞ ചാരവെള്ളം. അപ്പോൾ ചുവപ്പ് ലിറ്റ്മസിനെ നീലയാക്കി മാറ്റിയത് ബേസുകളാണ് കേട്ടോ. അപ്പോൾ ആസിഡുകളും ബേസുകളും എന്നാൽ എന്ത്? നീല ലിറ്റ്മസിനെ ചുവപ്പാക്കുന്ന പദാർത്ഥങ്ങളെ ആസിഡുകളെന്ന് പറയുന്നു. ഇവയ്ക്ക് പൊതുവായി പുളി രുചിയാണ് ഉള്ളത്. അടുത്ത ചുവന്ന ലിറ്റ്മസിനെ നീലയാക്കുന്ന പദാർത്ഥങ്ങളാണ് ബേസുകൾ. അവയ്ക്ക് ഉദാഹരണം നമ്മൾ മുകളിൽ പറഞ്ഞിരിക്കുന്നു. ലിറ്റ്മസിന് ഒരു പകരക്കാരൻ. നമുക്ക് ഒരു ലിറ്റ്മസ് പേപ്പർ വീട്ടിലുണ്ടാക്കി നോക്കിയാലോ? നീളത്തിലൊരു കട്ടിയുള്ള വൈറ്റ് പേപ്പർ എടുക്കുക. അതിനുശേഷം ചെമ്പരത്തിയുടെ പൂവെടുത്തിട്ട് അതിൻ്റെ ഈ പേപ്പറിലേക്ക് ഉരയ്ക്കുക. അപ്പോൾ നീല നിറത്തിലായിട്ട് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ ഉണക്കി നമുക്ക് ലിറ്റ്മസ് പേപ്പറിന് പകരമായി ഉപയോഗിക്കാം കേട്ടോ. സൂചകങ്ങൾ എന്താണ്? സൂചകങ്ങൾ നിറം മാറ്റത്തിലൂടെ ആസിഡിനെയും ബേസിനെയും തിരിച്ചറിയാൻ സഹായിക്കുന്ന പദാർത്ഥങ്ങളാണ് സൂചകങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് സൂചകങ്ങൾ? നിറം മാറ്റത്തിലൂടെ ആസിഡിനെയും ബേസിനെയും തിരിച്ചറിയാൻ കഴിയുന്ന അല്ലെങ്കിൽ സഹായിക്കുന്ന പദാർത്ഥങ്ങളാണ് സൂചകങ്ങൾ. ഇതിന് ഉദാഹരണം ലിറ്റ്മസ് പേപ്പറാണ്. അടുത്ത് നോക്കിയേ, ലബോറട്ടറിയിലും സൂചകങ്ങളുണ്ട്. എന്തൊക്കെയാണ്? ഫിനോഫ്തലും മീഥൈൽ ഓറഞ്ചിലും എല്ലാം ലബോറട്ടറിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന സൂചകങ്ങളാണ് കേട്ടോ. അതായത് ആസിഡിനെയും ബേസിനെയും തമ്മിൽ തിരിച്ചറിയാൻ കഴിയുന്ന പദാർത്ഥങ്ങളാണ് ഫിനോഫ്തലും മീഥൈൽ ഓറഞ്ചും ലിറ്റ്മസ് പേപ്പറുകളും. അപ്പോൾ ഇതൊന്ന് ഓർത്തിരിക്കുക കേട്ടോ. അടുത്ത് നോക്കിയ കൂട്ടുകാരെ, ഫിനോഫ്തലും മീഥൈൽ ഓറഞ്ചും ദ്രാവകങ്ങളിൽ ഒഴിക്കുമ്പോൾ നിറം മാറ്റം എങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നതെന്നാണ് നമുക്ക് അടുത്ത് തന്നിരിക്കുന്നത്. നോക്കി, വിനാഗിരിയിൽ ഫിനോഫ്തലിൻ ഒഴിക്കുമ്പോൾ നിറം മാറ്റം ഉണ്ടാകുന്നില്ല. മീഥൈൽ ഓറഞ്ച് ഒഴിക്കുമ്പോൾ ഇളം ചുവപ്പും ഇളം പിങ്കും ആയി മാറുന്നു. അടുത്ത് തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളത്തിൽ ഫിനോഫ്തലിൻ ഒഴിക്കുമ്പോൾ പിങ്ക് നിറത്തിൽ കാണുന്നു. മീഥൈൽ ഓറഞ്ച് ആണെങ്കിൽ ഇളം മഞ്ഞ നിറത്തിൽ കാണുന്നു. നാരങ്ങ നീര് ഫിനോഫ്തലിൻ ഒഴിക്കുമ്പോൾ നിറമില്ല. മീഥൈൽ ഓറഞ്ച് ഒഴിക്കുമ്പോൾ ഇളം ചുവപ്പ് നിറത്തിലോ ഇളം പിങ്ക് നിറത്തിലോ കാണപ്പെടുന്നു. അടുത്ത് സോപ്പ് വെള്ളത്തിൽ ഫിനോഫ്തലിൻ ഒഴിക്കുമ്പോൾ പിങ്ക് നിറത്തിൽ കാണുന്നു. മീഥൈൽ ഓറഞ്ച് ആകുമ്പോൾ ഇളം മഞ്ഞ നിറത്തിൽ കാണപ്പെടുന്നു. തെളിഞ്ഞ അപ്പക്കാർ ലായനിയിൽ ഫിനോഫ്തലിൻ ഒഴിക്കുമ്പോൾ പിങ്ക് നിറത്തിലും മീഥൈൽ ഓറഞ്ച് ഒഴിക്കുമ്പോൾ ഇളം മഞ്ഞ നിറത്തിലും കാണപ്പെടുന്നു. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു എല്ലാ ആസിഡുകൾക്കും പുളി രുചിയാണുള്ളത്, ബേസുകൾക്ക് കാരരുചിയാണ് ഉള്ളത്. അപ്പോൾ അവയുടെ സ്വഭാവം കൂട്ടുകാർ ഓർത്തിരിക്കാം. അടുത്ത് നോക്കിയാൽ സാർവിക സൂചകം. ഒരേ സമയം ആസിഡിനെയും ബേസിനെയും തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന ഒരു സൂചകമാണ് സാർവിക സൂചകം എന്ന് പറയുന്നത്. ഒരേ സമയം ആസിഡിനെയും ബേസിനെയും തിരിച്ചറിയാൻ കഴിയുന്ന സൂചകമാണ് സാർവിക സൂചകം. പല സൂചകങ്ങളുടെ ഒരു മിശ്രിതമാണിത്. ഇതിൻ്റെ ഏതാനും തുള്ളി ആസിഡുകളിലോ ബേസുകളിലോ ചേർക്കുമ്പോൾ അവയുടെ സ്വഭാവവും തീവ്രതയും അനുസരിച്ച് പല നിറങ്ങളിൽ കാണുന്നു അല്ലെങ്കിൽ പല നിറങ്ങൾ ലഭിക്കുന്നു. കുപ്പിക്ക് പുറത്തുള്ള കളർ ചാർട്ടിൽ അതിൻ്റെ സ്വഭാവം അല്ലെങ്കിൽ ഏത് ദ്രാവകമാണ് അല്ലെങ്കിൽ ഏത് ദ്രാവകത്തിൻ്റെ സ്വഭാവമാണെന്ന് അല്ലെങ്കിൽ അതിൻ്റെ തീവ്രത എത്രയാണുള്ളതെന്ന് നമുക്ക് കണ്ടെത്താനായിട്ട് കഴിയും കേട്ടോ. അടുത്ത് നോക്കിയേ, ആസിഡുകൾ അവയുടെ പ്രത്യേകത, ബേസുകൾ അവയുടെ പ്രത്യേകത എന്താണ് നോക്കി. ആസിഡുകളാണെങ്കിൽ അവയ്ക്ക് പുളി രുചിയാണുള്ളത്. നീല ലിറ്റ്മസിനെ ചുവപ്പാക്കുന്നവയാണ് ആസിഡുകൾ. അടുത്ത ബേസുകളാണെങ്കിൽ അവയ്ക്ക് കാരരുചിയാണുള്ളത്. ചുവപ്പ് ലിറ്റ്മസിനെ നീലയാക്കുന്നവയാണ് ബേസുകൾ. അവയ്ക്ക് വഴുവഴുപ്പുണ്ട്. അപ്പോൾ ഇത്രയും കാര്യം കൂട്ടുകാർ ഓർത്തിരിക്കുക. ആസിഡും ബേസും തമ്മിലുള്ള വ്യത്യാസം അല്ലെങ്കിൽ എന്താണ് ആസിഡ് എന്നോ അല്ലെങ്കിൽ എന്താണ് ബേസ് എന്നോ ചോദിക്കാം. ചിലപ്പോൾ അവയുടെ രുചി എന്താണെന്ന് ചോദിക്കാം. ഇതെല്ലാം കൂട്ടുകാരൊന്ന് ഓർത്തിരിക്കുക കേട്ടോ. നീല ലിറ്റ്മസിനെ ചുവപ്പാക്കുന്നവ നോക്കിയ കൂട്ടുകാരെ, ഇവിടെ താഴെ കുറച്ച് പദാർത്ഥങ്ങൾ തന്നിട്ടുണ്ട് കണ്ടോ. ഓറഞ്ച് നീര്, കഞ്ഞിവെള്ളം, കട്ടൻ ചായ, ഇരുമ്പൻ പുളിനീര്, മുന്തിരി നീര്, തക്കാളി നീര്, തേങ്ങാവെള്ളം. ഇതിൽ നീല ലിറ്റ്മസിനെ ചുവപ്പാക്കുന്ന പദാർത്ഥങ്ങൾ ഏവയാണെന്ന് നമുക്ക് കണ്ടെത്തി എഴുതണം. നോക്കാം. നീല ലിറ്റ്മസിനെ ചുവപ്പാക്കി മാറ്റാൻ കഴിയുന്ന ദ്രാവകങ്ങളാണ് ഓറഞ്ച് നീര്, ഇരുമ്പൻ പുളിനീര്, മുന്തിരി നീര്, തക്കാളി നീര്. കാരണം ഇവയ്ക്ക് പുളി രുചിയുള്ളതിനാൽ ആസിഡുകൾ അടങ്ങിയിട്ടുണ്ട്. ആസിഡുകൾ നീല ലിറ്റ്മസിനെ ചുവപ്പാക്കി മാറ്റുന്നു കേട്ടോ.
പേരിന് പിന്നിൽ നോക്കിയ കൂട്ടുകാരെ, പുളിരുചി എന്നതിനെ ലാറ്റിൻ ഭാഷയിൽ അസിഡസ് എന്നാണ് പറയുന്നത്. ഇതിൽ നിന്നാണ് ആസിഡ് എന്ന് പറയുന്ന പദം ഉണ്ടായത്. അപ്പോൾ ഇങ്ങനെയാണ് ആസിഡ് എന്ന പദം ഉണ്ടായതെന്ന് കൂട്ടുകാർ ഓർത്തിരിക്കുക. ആസിഡസ് എന്ന് പറയുന്ന ലാറ്റിൻ ഭാഷയിൽ നിന്നാണ് ഈ പദം ഉണ്ടായത് കേട്ടോ. ഭക്ഷ്യവസ്തുക്കളിലെ ആസിഡുകൾ. പുളിരുചിയുള്ള ഭക്ഷ്യവസ്തുക്കളിലെല്ലാം ചില ആസിഡുകൾ അടങ്ങിയിരിക്കുന്നു. നമ്മൾ നേരത്തെ കുറച്ച് ഭക്ഷ്യവസ്തുക്കളെ പരിചയപ്പെട്ടു അല്ലേ. മിക്ക പഴങ്ങളിലും ഒന്നിലധികം ആസിഡുകൾ അടങ്ങിയിട്ടുണ്ട്. നമുക്കതിൽ ചില ഭക്ഷ്യവസ്തുക്കളെ പരിചയപ്പെടാം കേട്ടോ. നോക്കിയേ, ഭക്ഷ്യവസ്തു മോര്, തൈര്, ഇതിൽ ലാക്റ്റിക് ആസിഡാണ് അടങ്ങിയിട്ടുള്ളത്. വിനാഗിരിയിൽ അസറ്റിക് ആസിഡും നാരങ്ങയിൽ സിട്രിക് ആസിഡും അടങ്ങിയിട്ടുണ്ട്. വാളൻപൊടിയിൽ ടാർട്ടറിക് ആസിഡ്, ആപ്പിളിൽ മാലിക് ആസിഡ്, നെല്ലിക്കയിൽ അസ്കോർബിക് ആസിഡ്, തക്കാളിയിൽ ഓസാലിക് ആസിഡ്. ഇത്രയുമാണ് അടങ്ങിയിരിക്കുന്ന ആസിഡുകൾ. നമ്മൾ നിത്യജീവിതത്തിൽ കഴിക്കുന്ന ഭക്ഷ്യവസ്തുക്കളിൽ അടങ്ങിയിട്ടുള്ള ആസിഡുകളുടെ പേരുകൾ കൂട്ടുകാർ നന്നായി പഠിച്ചിരിക്കുക. ചിലപ്പോൾ ചേരുംപടി ചേർക്കാനോ വൺ വേർഡ് ക്വസ്റ്റ്യൻസിലോ ഒക്കെ ചോദിക്കാം. അപ്പോൾ ഈ ഒരു പട്ടിക കൂട്ടുകാർ ബൈഹാർട്ട് ചെയ്ത് വെക്കുക കേട്ടോ. നെല്ലിക്കയിലും ആസിഡ് ഉണ്ട്. നെല്ലിക്കയിൽ ധാരാളം വിറ്റാമിൻ സി അടങ്ങിയിട്ടുണ്ടെന്ന് നമ്മൾ നേരത്തെയുള്ള ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ടല്ലേ. വിറ്റാമിൻ സി എന്നത് അസ്കോർബിക് ആസിഡാണ്. ഇതിൻ്റെ സാന്നിധ്യമാണ് നെല്ലിക്കയ്ക്ക് പുളിരുചി കിട്ടുന്നത് കേട്ടോ. നോക്കിയ കൂട്ടുകാരെ, പാല് തൈരാകുമ്പോൾ നമുക്കറിയാം പാലിൽ നിന്നാണ് നമ്മൾ തൈര് ഉൽപ്പാദിപ്പിച്ചെടുക്കുന്നത് അല്ലേ. പാലിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഭക്ഷ്യ ഉൽപ്പന്നമാണ് തൈര്. തൈരിന് എന്ത് രുചിയാണുള്ളത്? പുളിരുചിയാണുള്ളത്. ഇതിൻ്റെ കാരണം എന്താണ്? ഇതിൽ ഏത് ആസിഡാണ് അടങ്ങിയിരിക്കുന്നത്? നോക്കി, പാലിനെ തൈരാക്കി മാറ്റാൻ തിളപ്പിച്ചാറിയ പാലിൽ അല്പം തൈര് ഒഴിക്കാറുണ്ടല്ലേ. തൈരിൽ ലാക്ടോബാസിലസ് എന്ന ബാക്ടീരിയ അടങ്ങിയിട്ടുണ്ട്. ഇവ പാലിൽ നിന്ന് പോഷണം നടത്തുന്നതിൻ്റെ ഫലമായി ഇവയ്ക്കുണ്ടാകുന്ന ലാക്റ്റിക് ആസിഡാണ് തൈരിന് പുളിരുചി നൽകുന്നത്. അപ്പോൾ തൈരിന് പുളിരുചി കൊടുക്കുന്നത് ലാക്റ്റിക് ആസിഡാണ്. എന്തുകൊണ്ടാണ് ഇതിനൊരു പുളിരുചി ഉണ്ടാകുന്നതെന്നാണ് ഇവിടെ നമ്മൾ പറഞ്ഞു പോയത് കേട്ടോ. ലബോറട്ടറികളിലെ ആസിഡുകളും ബേസുകളും. ഭക്ഷ്യവസ്തുക്കളിൽ അടങ്ങിയിട്ടുള്ള ആസിഡുകൾക്ക് വീര്യം കുറഞ്ഞവയാണ്, നമുക്ക് ശരീരത്തിന് ആവശ്യമാണ് കേട്ടോ. എന്നാൽ ലബോറട്ടറികളിൽ സാധാരണയായി ഉപയോഗിക്കുന്ന പല ആസിഡുകളും ബേസുകളും വളരെ വീര്യം കൂടിയവയാണ്. ലബോറട്ടറികളിൽ ഉപയോഗിക്കുന്ന ചില ആസിഡുകളും ബേസുകളും നമുക്ക് നോക്കാം. ആസിഡുകൾ: ഹൈഡ്രോക്ലോറിക് ആസിഡ്, നൈട്രിക് ആസിഡ്, സൾഫ്യൂറിക് ആസിഡ്, അസറ്റിക് ആസിഡ്. ബേസുകളോ: കാൽസ്യം ഹൈഡ്രോക്സൈഡ്, അതായത് ചുണ്ണാമ്പ്. അടുത്ത് സോഡിയം ഹൈഡ്രോക്സൈഡ്, കാസ്റ്റിക് സോഡ. അടുത്ത് നോക്കിയാൽ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്, കാസ്റ്റിക് പൊട്ടാഷ്യം. അപ്പോൾ ഇവയാണ് ബേസുകളായിട്ട് ലബോറട്ടറികളിൽ ഉപയോഗിക്കാറുള്ളത്. ഇവിടെ ഒരു പത്രവാർത്ത കൊടുത്തിട്ടുണ്ട് കണ്ടോ. ആസിഡ് വീണ് കണ്ണിന് പരിക്കേറ്റു. അപ്പോൾ ടാപ്പിംഗ് തൊഴിലാളിക്ക് ആസിഡ് വീണ് കണ്ണിന് പരിക്കേറ്റതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. റബ്ബർ പാൽ കട്ടിയാക്കാൻ ഉപയോഗിക്കുന്ന ഫോർമിക് ആസിഡിൻ്റെ ടിൻ തുറന്നപ്പോഴാണ് അപകടം സംഭവിച്ചത്. അപ്പോൾ റബ്ബർ പാൽ കട്ടിയാക്കാൻ ഉപയോഗിക്കുന്ന ആസിഡ് ഏതാണ്? ഫോർമിക് ആസിഡ്. അപ്പോൾ രാസവസ്തുക്കൾ പലതും വളരെ അപകടം പിടിച്ചതാണെന്ന് കൂട്ടുകാർ മനസ്സിലാക്കിയിരിക്കുക കേട്ടോ. നോക്കി കൂട്ടുകാരെ, നമ്മൾ ഈ രാസവസ്തുക്കളൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് വളരെയധികം ശ്രദ്ധിക്കാം. എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? ശരീരഭാഗങ്ങളിൽ വീഴാതെ നോക്കണം കേട്ടോ. കൈ കൊണ്ട് തൊടരുത്, മണത്ത് നോക്കാൻ പാടില്ല, രുചിച്ച് നോക്കരുത്, കുപ്പിയിൽ നിന്ന് എടുക്കാൻ ഡ്രോപ്പർ ഉപയോഗിക്കാം, ടെസ്റ്റ് ട്യൂബ് പിടിക്കാൻ ഹോൾഡർ ഉപയോഗിക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൂട്ടുകാർ ലബോറട്ടറികളിൽ രാസവസ്തുക്കൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. ആസിഡ് വീണാൽ എന്താ സംഭവിക്കുന്നത്? എന്താ അതിന് പരിഹാരം? നോക്കാം. വീര്യം കൂടിയ ആസിഡുകൾക്ക് ജലാംശം വലിച്ചെടുക്കാനും താപം പുറത്തുവിടാനും കഴിവുണ്ട്. അവ ശരീരത്തിൽ വീണാൽ പൊള്ളലുണ്ടാകുന്നു. പൊള്ളലേറ്റ ഭാഗത്ത് തണുത്ത വെള്ളം കുറേ സമയം ഒഴിക്കുകയാണ് ഇതിനുള്ള പ്രാഥമിക ശുശ്രൂഷ എന്ന് പറയുന്നത്. നമുക്ക് ആദ്യം ഇവ ചെയ്യാം. പൊള്ളൽ ഗുരുതരമാണെങ്കിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകേണ്ടത് അത്യാവശ്യമാണ് കേട്ടോ. നോക്കി, ഉറുമ്പ് കടിക്കുമ്പോൾ. ഉറുമ്പിൻ്റെ ശരീരത്തിൽ ഫോമിക് ആസിഡാണുള്ളത്. ഉറുമ്പ് കടിക്കുമ്പോൾ ഈ ആസിഡ് നമ്മുടെ ശരീരത്തിലോട്ട് പ്രവേശിക്കുന്നുണ്ട്. ഇത് ശരീരകോശങ്ങളുമായി പ്രവർത്തിക്കുന്നതാണ് ഉറുമ്പ് കടിക്കുമ്പോൾ നമുക്ക് വേദന ഉണ്ടാകാനായിട്ടുള്ള കാരണമെന്ന് പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഉറുമ്പ് കടിക്കുമ്പോൾ നമുക്ക് വേദന ഉണ്ടാകുന്നതെന്നുള്ളൊരു ചോദ്യം വന്നാൽ കൂട്ടുകാർ എഴുതുക.
എന്താണ്, ഉറുമ്പിൻ്റെ ശരീരത്തിൽ ഫോമിക് ആസിഡ് ഉണ്ട്. ഇത് നമ്മുടെ ശരീരത്തിലേക്ക് ഈ ഉറുമ്പ് കടിക്കുമ്പോൾ പ്രവേശിക്കും. അതുകൊണ്ട് നമുക്ക് വേദന എടുക്കുന്നുണ്ട് കേട്ടോ. അടുത്ത് നോക്കി, വീട്ടിൽ ഉപയോഗിക്കുന്ന പദാർത്ഥങ്ങളിൽ അടങ്ങിയിട്ടുള്ള ആസിഡുകളും ബേസുകളും നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ. ലബോറട്ടറിയിലെ ആസിഡും ബേസുകളും ഉപയോഗിച്ച് നമുക്ക് പരീക്ഷണങ്ങളൊക്കെ ചെയ്യാം. ഇവിടെ നോക്കിയ കൂട്ടുകാരെ, സൂചകങ്ങൾ ഉപയോഗിക്കുമ്പോൾ ആസിഡുകൾക്കുണ്ടാകുന്ന നിറം മാറ്റമാണ് ഇവിടെ പട്ടികയിൽ കൊടുത്തിരിക്കുന്നത്. നമുക്ക് നോക്കാം. മീഥൈൽ ഓറഞ്ച്, ഹൈഡ്രോക്ലോറിക് ആസിഡിൽ ഇളം പിങ്കോ ഇളം ചുവപ്പ് നിറത്തിലോ കാണപ്പെടുന്നു. സൾഫ്യൂറിക് ആസിഡിൽ ഇളം പിങ്കോ അല്ലെങ്കിൽ ഇളം ചുവപ്പ് നിറത്തിലോ കാണപ്പെടുന്നു. സോഡിയം ഹൈഡ്രോക്സൈഡിൽ ഇളം മഞ്ഞ നിറത്തിൽ, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡിലും ഇളം മഞ്ഞ നിറത്തിൽ കാണപ്പെടുന്നു. ഫിനോഫ്തലിന് ഹൈഡ്രോക്ലോറിക് ആസിഡിൽ വരുമ്പോൾ നിറവ്യത്യാസമില്ല. സൾഫ്യൂരിക് ആസിഡിലും നിറവ്യത്യാസം വരുന്നില്ല. സോഡിയം ഹൈഡ്രോക്സൈഡിലും പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡിലും പിങ്ക് നിറം കാണപ്പെടുന്നു. അടുത്ത് നീല ലിറ്റ്മസ് പേപ്പറിൽ ഹൈഡ്രോക്ലോറിക് ആസിഡും സൾഫ്യൂരിക് ആസിഡും ചുവപ്പ് നിറം കാണുന്നു. സോഡിയം ഹൈഡ്രോക്സൈഡും പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡിലും നിറവ്യത്യാസം വരുന്നില്ല. ചുവപ്പ് ലിറ്റ്മസ് പേപ്പറിൽ ഹൈഡ്രോക്ലോറിക് ആസിഡിലും സൾഫ്യൂരിക് ആസിഡിലും നിറവ്യത്യാസം വരുന്നില്ല. സോഡിയം ഹൈഡ്രോക്സൈഡിലും പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡിലും നീല നിറം കാണപ്പെടുന്നു. അപ്പോൾ ഇത് കൂട്ടുകാർ ഓർത്തിരിക്കുക കേട്ടോ. ഇനി നോക്കിയേ, ശരീരത്തിനുള്ളിലും ആസിഡോ. നമ്മുടെ ഒരു ശരീരഭാഗമാണ് ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നത്. കൂട്ടുകാർക്ക് മനസ്സിലാകുന്നുണ്ടോ? ഉണ്ട്. ആമാശയമാണല്ലേ. നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൻ്റെ ദഹനത്തെ സഹായിക്കാനായിട്ട് ആമാശയത്തിലെ ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ ഉൽപ്പാദനം നടക്കുന്നുണ്ട്. ചിലരിൽ ഇതിൻ്റെ ഉൽപ്പാദനം കൂടുന്നതിൻ്റെ ഫലമായി ഉണ്ടാകുന്ന രോഗാവസ്ഥയാണ് അസിഡിറ്റി എന്ന് പറയുന്നത്. ആമാശയത്തിനുള്ളിലെ നീറ്റൽ, നെഞ്ചിരിച്ചൽ, പുളിച്ചു തികട്ടൽ, പിന്നെ മലബന്ധം ഇവയെല്ലാം അസിഡിറ്റിയുടെ ലക്ഷണങ്ങളാണ്. ആസിഡിനെ നിർവീര്യമാക്കുന്ന ആൻറ്റാസിഡുകൾ എന്നറിയപ്പെടുന്ന മരുന്നുകളാണ് ഡോക്ടർമാർ ഇതിന് പരിഹാരമായിട്ട് കൊടുക്കാറുള്ളത്. അപ്പോൾ നമ്മുടെ ആമാശയത്തിലും എന്തുണ്ട്? ആസിഡുണ്ട്. ഏത് ആസിഡാണ്? ഹൈഡ്രോക്ലോറിക് ആസിഡാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. നമ്മുടെ ദഹനം സുഗമമായി നടത്താനാണ് ഇത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. അടുത്ത് നോക്കിയേ, ആസിഡുകളും ലോഹങ്ങളും. ആസിഡുകളുടെ രണ്ട് സവിശേഷതകളാണ് നമ്മൾ ഇതിനകം തിരിച്ചറിഞ്ഞത്. മറ്റൊരു സവിശേഷത കൂടെ ഉണ്ട്, നോക്കാം. മഗ്നീഷ്യം റിബൺ വായുവിൽ കത്തിക്കുന്ന പരീക്ഷണം മുൻ ക്ലാസ്സിൽ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്. ഇനി നോക്കിയേ, ഇരുമ്പ്, ചെമ്പ് എന്നിവ പോലെ മറ്റൊരു ലോഹമാണ് മഗ്നീഷ്യം എന്ന് പറയുന്നത്. ഇവിടെ നോക്കിയാൽ നമുക്കൊരു പരീക്ഷണം ചെയ്യാം. ഒരു ടെസ്റ്റ് ട്യൂബിൽ 1/4 ഭാഗം വിനാഗിരി എടുക്കണം. അതിലേക്ക് മഗ്നീഷ്യം റിബണിൻ്റെ 3-4 ചെറു കഷ്ണം ഇടണം. ശേഷം പെരുവിരൽ കൊണ്ട് അല്പസമയം അടച്ചു പിടിക്കുക. എന്താ കാണുന്നത് കൂട്ടുകാരെ? കുമിളകളായിട്ട് ഉയർന്നു വരുന്നത് കൂട്ടുകാർക്ക് കാണാം അല്ലേ? പെരുവിരലിൽ ഉണ്ടാകുന്ന വാതകം ഏതാണെന്ന് അറിയണ്ടേ? എന്താ ചെയ്യേണ്ടത്? ടെസ്റ്റ് ട്യൂബ് അല്പം ചരിച്ചു പിടിച്ചതിന് ശേഷം കത്തുന്ന ഒരു തീപ്പെട്ടിക്കൊള്ളിയ ടെസ്റ്റ് ട്യൂബിൻ്റെ വായു ഭാഗത്ത് കൊണ്ടുവന്ന് നോക്കൂ. ആസിഡ് ലോഹവുമായി പ്രവർത്തിച്ചപ്പോൾ ഒരു വാതകമുണ്ടായി. ഏതാണ് ആ വാതകം? ഹൈഡ്രജനാണ് ഉണ്ടായത്. എന്തുകൊണ്ടാണ്? തീ കാണിച്ചപ്പോൾ ചെറിയ ശബ്ദത്തോടു കൂടിയ കത്തിയ ഈ വാതകമാണ് ഹൈഡ്രജൻ എന്ന് പറയുന്നത്. ആസിഡുകൾ ലോഹങ്ങളുമായി പ്രവർത്തിക്കുമ്പോൾ ഹൈഡ്രജൻ എന്ന വാതകമാണ് ഉണ്ടാകുന്നത്. കത്തുന്ന വാതകമാണ് ഹൈഡ്രജൻ. ആസിഡുകളുടെ പൊതു സ്വഭാവങ്ങൾ എന്തൊക്കെയാണ്? ആസിഡിന് പുളിരുചിയുണ്ട്. ആസിഡ് നീല ലിറ്റ്മസ് പേപ്പറിനെ ചുവപ്പ് നിറമാക്കി മാറ്റുന്നു. അടുത്തെന്താ? ആസിഡുകൾ കത്തുന്ന സ്വഭാവമുള്ളവയാണ്. ആസിഡുകൾ ലോഹങ്ങളുമായി പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് അച്ചാറുകൾ സൂക്ഷിക്കാൻ ലോഹപാത്രങ്ങൾ ഉപയോഗിക്കാത്തത്. തൈര്, മോര് ഇവ ചേർത്ത കറികൾ ഉണ്ടാക്കാൻ മൺപാത്രങ്ങളാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കാറുള്ളത്. കാരണം ഇവ ലോഹങ്ങളുമായി പ്രവർത്തിച്ച് മറ്റ് വിഷപദാർത്ഥങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതകൾ ഏറെയാണ്. ആസിഡുകളുടെ ഉപയോഗങ്ങൾ. ഏതെല്ലാം ആവശ്യങ്ങൾക്കാണ് നമ്മൾ വിനാഗിരി വീട്ടിൽ ഉപയോഗിക്കുന്നത്? അച്ചാറുകൾ ഉണ്ടാക്കാനൊക്കെ നമ്മൾ വിനാഗിരി വീട്ടിൽ ഉപയോഗിക്കാറുണ്ടല്ലേ. ഇവിടെ നോക്കിയ ആസിഡുകൾ നമ്മൾ നിത്യജീവിതത്തിൽ എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നതെന്ന് നമുക്ക് എഴുതി നോക്കാം. അസറ്റിക് ആസിഡ് അച്ചാറുകളിൽ പാചക ആവശ്യങ്ങൾക്ക് ഭക്ഷ്യ സംസ്കരണത്തിന് നമ്മൾ ഉപയോഗിക്കുന്നു. ഫോർമിക് ആസിഡ് റബ്ബർ പാല് കട്ടിയാക്കുന്നതിന് ഉപയോഗിക്കുന്നു. സിട്രിക് ആസിഡ് പാനീയങ്ങൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നു. സൾഫ്യൂരിക് ആസിഡ് മോട്ടോർ വാഹനങ്ങളുടെ ബാറ്ററിയിലും രാസവള നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു. നൈട്രിക് ആസിഡ് ആവട്ടെ രാസവളം, പെയിൻറ്, ചായങ്ങൾ എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നു. ടാനിക് ആസിഡ് തുകൽ, മഷി എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നു. കാർബോണിക് ആസിഡ് സോഡയിലും ശീതള പാനീയങ്ങളിലുമൊക്കെ ഉപയോഗിക്കാറുണ്ട്. ഇവിടെ നോക്കിയ ബേസുകളുടെ ഉപയോഗം. കാൽസ്യം ഹൈഡ്രോക്സൈഡ് ഗ്ലാസ് നിർമ്മാണത്തിനും മണ്ണിൻ്റെ ആസിഡിറ്റി കുറയ്ക്കാനും ഉപയോഗിക്കുന്നുണ്ട്.
സോഡിയം ഹൈഡ്രോക്സൈഡ് സോപ്പ്, പേപ്പർ, റയോൺ ഇവ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നു. പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് സോഫ്റ്റ് സോപ്പ് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നു. അലുമിനിയം ഹൈഡ്രോക്സൈഡ്, മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡും മരുന്നുകളിൽ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. ഇന്ന് ഒത്തിരി പേര് സോപ്പ് വീടുകളിൽ നിർമ്മിച്ച് അവ വിൽക്കുന്നുണ്ടല്ലേ. അപ്പോൾ എങ്ങനെയാണ് സോപ്പ് നിർമ്മിക്കേണ്ടതെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നോക്കാം. കാസ്റ്റിക് സോഡ 180 ഗ്രാമാണ്. വെളിച്ചെണ്ണ 1 കിലോഗ്രാം. അടുത്ത് വെള്ളം 350 മില്ലി, സോഡിയം സിലിക്കേറ്റ് 100 ഗ്രാം, സ്റ്റോൺ പൗഡർ 100 ഗ്രാം, കളറ്, പെർഫ്യൂം തുടങ്ങിയവ നമുക്ക് ആവശ്യമാണ്. എങ്ങനെയാണ് നിർമ്മിക്കുന്നത് നോക്കിയേ. ഒരു സ്റ്റീൽ പാത്രത്തിൽ വെള്ളമെടുത്ത് അതിൽ കാസ്റ്റിക് സോഡ ലയിപ്പിക്കണം. കാസ്റ്റിക് സോഡ വെള്ളത്തിൽ ലയിക്കുമ്പോൾ വലിയ അളവിൽ താപം പുറത്തുവിടും. ലായനി തണുത്ത ശേഷം അതൊരു പരന്ന പാത്രത്തിൽ എടുത്തു വെച്ച് വെളിച്ചെണ്ണയിലേക്ക് സാവധാനം ചേർത്തിളക്കുക. തുടർന്ന് സോപ്പിൻ്റെ ഗാഢതയും അളവും കൂട്ടാനായി സോഡിയം സിലിക്കേറ്റും സ്റ്റോൺ പൗഡറും ക്രമമായി ചേർക്കാം. സോപ്പിന് ഭംഗി കൂടാൻ കളറും സുഗന്ധത്തിനായി പെർഫ്യൂമും ചേർക്കാം. മിശ്രിതം കുറുകുന്നതുവരെ തുടരെ ഇളക്കി കൊടുക്കണം കേട്ടോ. കുറുക്കിയ ശേഷം മിശ്രിതം മോൾഡിൽ ഒഴിച്ചു വെക്കണം. കണ്ടോ, ഭംഗിയുള്ള മോൾഡുകളൊക്കെ നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും. അതിനുശേഷം ഇളക്കിയെടുത്ത് 2 ആഴ്ച കഴിഞ്ഞ് ഉപയോഗിക്കണം കേട്ടോ. അപ്പോൾ കൂട്ടുകാരെ, നേരത്തെ നമ്മൾ ആസിഡുകളെ തിരിച്ചറിയാനായിട്ട് ചെമ്പരത്തിപ്പൂ ഉരച്ച കടലാസ് ഉപയോഗിച്ചു അല്ലേ. അതുപോലെ ബേസുകളെ തിരിച്ചറിയാൻ കഴിയുന്നൊരു പ്രകൃതിദത്ത സൂചകമാണ് മഞ്ഞൾ. ഇതുപോലെ തന്നെ നമുക്ക് ചതുരാകൃതിയിൽ പേപ്പർ കട്ട് ചെയ്തെടുക്കാം. ശേഷം മഞ്ഞൾ അതിലേക്ക് പുരട്ടി കൊടുക്കുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, ബേസുകളെ തിരിച്ചറിയാനായിട്ടുള്ള പരീക്ഷണങ്ങൾ ചെയ്തു നോക്കിയേ. ഇനി നോക്കിയേ, ചുവന്ന ചീര, നീല ശംഖുപുഷ്പം, ചുവന്ന കാബേജ്, ബീറ്റ്റൂട്ട് ഇവയെല്ലാം നമുക്ക് ഇതുപോലെ ബേസുകളായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന സൂചകങ്ങളാണ്. നോക്കിയ കൂട്ടുകാരെ, നീല ശംഖുപുഷ്പത്തിന് നീല നിറമാണ്. ആസിഡിലെ നിറം പിങ്കും ബേസിലെ നിറം ഇളം പച്ച നിറവുമാണ്. ചുവന്ന ക്യാബേജ് ആവട്ടെ, സ്വാഭാവിക നിറമെന്ന് പറയുന്നത് പർപ്പിൾ ചുവപ്പാണ്. ആസിഡിലെ നിറം ചുവപ്പ് കലർന്ന പിങ്കാണ്. ബേസിലെ നിറം നീല കലർന്ന പച്ചയാണ് കേട്ടോ. അടുത്ത് നോക്കി, ബീറ്റ്റൂട്ട് ഇരുണ്ട പിങ്ക് നിറമാണ് അതിൻ്റെ സ്വാഭാവികമായിട്ടുള്ള നിറം. ആസിഡിലെ നിറം വയലറ്റ് നിറവും ബേസിലത് പച്ച കലർന്ന മഞ്ഞ നിറവും ആകുന്നു. ഇനി മഞ്ഞൾ, സ്വാഭാവിക നിറം മഞ്ഞയാണ്. ആസിഡിൽ മഞ്ഞ തന്നെയാണ്. ബേസിലേക്ക് വരുമ്പോൾ ചുവന്ന നിറത്തിലേക്ക് മാറുന്നു. മുന്തിരി നീര് പർപ്പിളാണ് അതിൻ്റെ സ്വാഭാവിക നിറം എന്ന് പറയുന്നത്. ആസിഡിലെ നിറം ചുവപ്പും ബേസിലെ നിറം പച്ച കലർന്ന മഞ്ഞ നിറവുമാണ്. അടുത്ത പതിമുഖം പിങ്കാണ് അതിൻ്റെ സ്വാഭാവിക നിറം എന്ന് പറയുന്നത്. ആസിഡിലെ നിറം മഞ്ഞയും ബേസിലെ നിറം പിങ്ക് കളറുമാണ്. അപ്പോൾ കൂട്ടുകാരെ, നമ്മളിന്ന് ആസിഡുകളെ കുറിച്ചും ബേസുകളെ കുറിച്ചും ഒക്കെയാണ് പഠിച്ചതല്ലേ. ഇവിടെ നോക്കിയ കൂട്ടുകാരെ, വിലയിരുത്താം ചോദ്യപ്രവർത്തനങ്ങൾ കൂടെ നമുക്കിനി നോക്കാം. ഒന്നാമത്തെ ചോദ്യം, ആസിഡിൻ്റെ സൂചകമായി ഉപയോഗിക്കാവുന്നത് ഏതാണ്? എ മഞ്ഞൾ, ബി പതിമുഖം, സി ചുവന്ന ലിറ്റ്മസ് പേപ്പർ, ഡി ഫിനോഫ്തലിൻ. ഉത്തരം ബി പതിമുഖം. രണ്ടാമത്തെ ചോദ്യം, ഓട്ടോമൊബൈൽ ബാറ്ററികളിൽ ഉപയോഗിക്കുന്ന ആസിഡ്. എ ഹൈഡ്രോക്ലോറിക് ആസിഡ്, ബി നൈട്രിക് ആസിഡ്, സി സൾഫ്യൂറിക് ആസിഡ്, ഡി ഫോമിക് ആസിഡ്. ഉത്തരം സി സൾഫ്യൂറിക് ആസിഡ്. അടുത്ത് നോക്കിയ മൂന്നാമത്തെ ചോദ്യം, മേശപ്പുറത്ത് 3 ബീക്കറുകളിൽ ഇരിക്കുന്ന ദ്രാവകങ്ങളിൽ ആദ്യത്തേത് ജലവും രണ്ടാമത്തേത് ആസിഡും മൂന്നാമത്തേത് ബേസുമാണ്. ഇവ ഏതെന്ന് തൊട്ടു നോക്കിയോ രുചിച്ചു നോക്കിയോ മണത്തു നോക്കിയോ തിരിച്ചറിയുന്നത് ശരിയാണോ? എന്തുകൊണ്ട്? അവ ഓരോന്നും തിരിച്ചറിയാനുള്ള മാർഗം നിർദ്ദേശിക്കുക. തൊട്ടു നോക്കിയോ രുചിച്ചു നോക്കിയോ മണത്തു നോക്കിയോ തിരിച്ചറിയുന്നത് ശരിയല്ല. രാസവസ്തുക്കൾ തൊടുന്നതും രുചിക്കുന്നതും മണക്കുന്നതും അപകടകരമായ കാര്യമാണ്. ലിറ്റ്മസ് പേപ്പർ ഉപയോഗിച്ച് നമുക്ക് ആസിഡുകളും ബേസുകളും തിരിച്ചറിയാനായിട്ട് കഴിയും. ആസിഡുകളും നീല ലിറ്റ്മസ് പേപ്പറിനെ ചുവപ്പാക്കി മാറ്റുന്നു. ബേസുകൾ ചുവന്ന ലിറ്റ്മസിനെ നീലയാക്കി മാറ്റുന്നു. 2 തരം ലിറ്റ്മസിൻ്റെയും നിറം മാറുന്നില്ലെങ്കിൽ ദ്രാവകം വെള്ളമായിരിക്കും. അപ്പോൾ ഇത് ഓർത്തിരിക്കാം. നാലാമത്തെ ചോദ്യം, ലബോറട്ടറികളിൽ ആസിഡുകൾ സൂക്ഷിക്കുന്ന കുപ്പികൾക്ക് ലോഹ അടപ്പുകൾ ഉപയോഗിക്കാറില്ല. ഇതിൻ്റെ കാരണം വിശദീകരിക്കാം. ഉത്തരം നോക്കി, ആസിഡുകൾ ലോഹങ്ങളുമായി പ്രവർത്തിച്ച് അവയുടെ നാശത്തിന് കാരണമാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആസിഡുകൾ അടങ്ങിയ ഗ്ലാസ് കുപ്പികൾക്ക് ലോഹ അടവുകൾ ഉപയോഗിക്കാറില്ല. ഇനി അഞ്ചാമത്തെ ചോദ്യം നോക്കി, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ കണ്ടില്ലേ? ഇവ പരിശോധിച്ച് ആസിഡുകൾക്ക് യോജിക്കുന്നവയും ബേസുകൾക്ക് യോജിക്കുന്നവയും തരംതിരിച്ച് പട്ടികപ്പെടുത്താം. നമുക്ക് എഴുതാം. ആസിഡുകൾക്ക് യോജിക്കുന്നവ
എ പുളിരുചിയുണ്ട്, ഡി മീഥൈൽ ഓറഞ്ച് ചേർത്താൽ ഇളം പിങ്ക് നിറം ലഭിക്കും, ഇ പതിമുഖ വെള്ളത്തിൻ്റെ നിറം മഞ്ഞയായിരിക്കും, ജി ലോഹങ്ങളുമായി പ്രവർത്തിച്ച് ഹൈഡ്രജൻ ഉണ്ടാക്കും. ബേസുകൾക്ക് യോജിക്കുന്നവയോ? ബി ഫിനോഫ്തലിൻ ചേർത്ത പിങ്ക് നിറമാകും, സി വഴുവഴുപ്പുണ്ട്, എഫ് ചുവന്ന ലിറ്റ്മസിനെ നീലയാക്കും, എച്ച് കാരരുചിയുണ്ട്. അപ്പോൾ ഇത് കൂട്ടുകാർ ഓർത്തിരിക്കുക, ഇത് എക്സാമിന് ചോദിക്കാം കേട്ടോ. ആറാമത്തെ ചോദ്യം, ആസിഡ്, ബേസ് എന്നിവയെ തിരിച്ചറിയാനുള്ള വിവിധ സൂചകങ്ങളെക്കുറിച്ചുള്ള കാര്യം നമ്മൾ പഠിച്ചു. സൂചകങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന പട്ടിക പൂർത്തിയാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കാം. പ്രകൃതിദത്തം ലാബിൽ ഉപയോഗിക്കുന്നത്. പ്രകൃതിദത്തം ചുവന്ന ചെമ്പരത്തിപ്പൂ ഉരച്ച കടലാസ്, പതിമുഖം ബീട്രൂട്ട്. ലാബിൽ ആസിഡിൻ്റെ സൂചകങ്ങൾ മീഥൈൽ ഓറഞ്ച്, നീല ലിറ്റ്മസ് പേപ്പർ. ബേസിൻ്റെ സൂചകങ്ങൾ പ്രകൃതിദത്തം മഞ്ഞൾ, ചുവന്ന ക്യാബേജ്, നീല ശംഖുപുഷ്പമൊക്കെയാണ്. ലാബിൽ ഉപയോഗിക്കുന്നത് ഫിനോഫ്തലിൻ, മീഥൈൽ ഓറഞ്ച്, ചുവന്ന ലിറ്റ്മസ് പേപ്പർ. ഇനി ഇവിടെ തുടർ പ്രവർത്തനങ്ങൾ കൂട്ടുകാർക്ക് കൊടുത്തിട്ടുണ്ട്. അത് കൂട്ടുകാർ ചെയ്ത് ക്ലാസ്സിൽ അവതരിപ്പിക്കുക കേട്ടോ. അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ ഇന്ന് ബേസിക് സയൻസ് പാഠപുസ്തകത്തിലെ 2ാമത്തെ യൂണിറ്റാണ് പഠിച്ചത്, ആസിഡുകളും ബേസുകളും. അപ്പോൾ ആസിഡിനെ കുറിച്ചും ബേസിനെ കുറിച്ചും അതുപോലെ തന്നെ അവയുടെ സ്വഭാവങ്ങളെക്കുറിച്ച്, അവയുടെ പ്രത്യേകതകൾ, അവയെ എങ്ങനെ തിരിച്ചറിയാമെന്നൊക്കെ നമ്മൾ പഠിച്ചു. അപ്പോൾ കൂട്ടുകാർക്ക് ക്ലാസ്സുകൾ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത ക്ലാസ്സുമായിട്ട് നമുക്ക് ഒരുമിച്ച് കാണാം. താങ്ക്